പറവൂർ നഗരസഭയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിൽ ലഹരി മനുഷ്യവംശത്തിന്റെ അന്തകൻ എന്ന മുദ്രാവാക്യവുമായി ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആലുവ സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് അഷ്റഫ് ജനകീയ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പറവൂർ നഗരസഭ 29-ാം വാർഡിലെ സൗഹൃദ, എട്ടിയോടം, ഐശ്വര്യ, നന്മ എന്നീ റെസിഡൻസ് അസോസിയേഷനുകളുടെയും കുടുംബശ്രീ ADS കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ലഹരി മനുഷ്യവംശത്തിന്റെ അന്തകൻ എന്ന മുദ്രാവാക്യവുമായി നടത്തിയ ജനകീയ ക്യാമ്പയിൻ ആലുവ സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടറുടെ കുറിപ്പടി കിട്ടാതെ സ്വന്തമായിട്ട് കുറിപ്പടി ഉണ്ടാക്കി സ്വന്തമായി ശീലുണ്ടാക്കി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ വന്നപ്പോ മെഡിക്കൽ ഷോപ്പുകാരനത് പൊതുപ്രവർത്തകരോട് ചോദിച്ചു. അദ്ദേഹം പോലീസിനെ അറിയിച്ചു. പോലീസ് ചെന്നത് കൈയോട് പിടിച്ചു. വ്യാജമായിട്ട് കുറിപ്പടി ഉണ്ടാക്കി. ആലോചിച്ചു, നമ്മളെത്ര അലർട്ടാണ് നമ്മുടെ പറവൂര്. പലയിടത്തും സ്വന്തമായി തന്നെ ഉണ്ടാക്കി ആൾ കൊടുക്കും. ഈ കുഞ്ഞുങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പഠിച്ചുകൊണ്ടാണോ ഉദരത്തിൽ വരുന്നത്? ആണോ? നമുക്കിവിടെ ഇന്ന് നമ്മളിലേക്ക് തന്നെ നോക്കാം. വൈദ്യശാസ്ത്രം ഇത്രയേറെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏതെല്ലാം അവയവങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയാത്തത്? ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാർഡ് കൗൺസിലർ അനു വട്ടത്തറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ MV വെങ്കിടേശ്വരൻ, ഡോക്ടർ സിസ്റ്റർ റോസ് ജോസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ആ രാസലഹരി ഇന്ന് നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയി. നമ്മുടെ നാട്ടില് നമ്മുടെ മക്കൾ ഇതുവരെ എന്റെ അറിവിൽ ഒരു രീതിയിലും പത്രത്തിലേക്ക് റാക്കറ്റിന്റെ രീതി ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുവാൻ കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ ഇങ്ങനൊരു റാക്കറ്റ് വരയിട്ടുണ്ടിരിക്കുന്നു എന്നുള്ളത്. ADS പ്രസിഡന്റ് ബിന്ദു സുരേന്ദ്രൻ, സ്നേഹതണൽ വയോജന ക്ലബിന്റെ പ്രസിഡന്റ് AD വിദ്യാകരൻ, KV രാധാകൃഷ്ണൻ, ആശ സുനിൽ, ബീന ഗോപി എന്നിവർ സംസാരിച്ചു. 200ഓളം രക്ഷിതാക്കളും കുട്ടികളും ക്ലാസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.